മുകേഷിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ശ്രീ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ എം മുകേഷ് എന്ന് പറയുമ്പോ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത്, അല്ലേ? പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന്, എം മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക് മുകേഷാണ് എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുതിരിയുടെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷ് ഇപ്പൊ ആളുകൾ വിളിക്കുന്നത് മെഴുകു മുകേഷ് എന്ന്. എന്തൊരു അസ്വസ്ഥതയാ! രാത്രിയിൽ ആരെങ്കിലും ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടി അന്തസ് വേണമടാ അന്തസ്. ആ അന്തസ് വേണമടാ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സെന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു, മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല. CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമി എങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ 3 അക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാർലിങ്ങിനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു. ഇനി മുകേഷിനോടൊരു വാക്ക്. പൊതുസമൂഹത്തിന് മുന്നിൽ ചീഞ്ഞു കഴിഞ്ഞ താങ്കൾ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പെങ്കിലും MLA പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുന്നതാണ് ബുദ്ധിയെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.